ഇന്ത്യയിൽ ഒരു കുടുംബം ഏറ്റവും കൂടുതൽ അവരുടെ കുടുംബ ബഡ്ജറ്റിൽ രോഗങ്ങൾക്കും ചികിത്സകൾക്കും മരുന്നുകൾക്കും വേണ്ടി പണം ചിലവഴിക്കുന്നത് മലയാളികളാണ്. ഏറ്റവും കൂടുതൽ പ്രോസസ്ഡ് ഫുഡുകളും പാക്ഡ് ഫുഡുകളും ജങ്ക് ഫുഡുകളും അതുപോലെ തന്നെ കോളയും ഒക്കെ അതിനുവേണ്ടി പണം ചിലവഴിക്കുന്നതും നമ്മൾ മലയാളികളാണ്. പച്ചക്കറികളും ഇലക്കറികളും അവരുടെ ഭക്ഷണശീലങ്ങളിൽ ഏറ്റവും കുറവ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലയാളികളാണ്. കേരളീയരുടെ ഭക്ഷണ രീതികളിലും ആരോഗ്യ രീതികളിലും ഗുരുതരമായിട്ടുള്ള ചില പിഴവുകളുണ്ട് എന്നാണ് ഏറ്റവും പുതിയ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. നമുക്ക് എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ്, അതിൻ്റെ പരിഹാരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ കുടുംബ ബഡ്ജറ്റിൽ നമുക്ക് എവിടെയാണ് പിഴച്ചു പോയത്? ഇത് കുറച്ച് സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. കാരണം ഒരു വ്യക്തി വളരെയധികം പ്ലാൻഡായിട്ട് വളരെയധികം കാൽക്കുലേറ്റഡ് ആയിട്ടൊന്നും അല്ലല്ലോ നമ്മളുടെ കുടുംബ ബഡ്ജറ്റിൽ ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾക്കോ ഒക്കെ നമ്മൾ പണം ചിലവഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുടെ കുരുക്കൊന്ന് അഴിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഇതിൻ്റെ പുറകിലുള്ള കുറച്ച് സയൻസും ഇതിൻ്റെ ഒരു ഈസി ആയിട്ടുള്ളൊരു വേ ഔട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ബഡ്ജറ്റിൽ ഒരു കാതലായ മാറ്റം വരുത്താൻ സാധിക്കും. നമ്മുടെ കുടുംബ ബഡ്ജറ്റിൽ കണ്ട ഏറ്റവും ശുഭകരമായ കാര്യം വളരെ പ്രാധാന്യമുള്ള മാക്രോ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങൾ, അതും നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങൾ, മുട്ട, മാംസം, മത്സ്യം, ഇതിനു വേണ്ടി നമ്മുടെ കുടുംബ ബഡ്ജറ്റിൽ നല്ല സ്ഥാനമുണ്ട്, ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നുള്ള. കേൾക്കുമ്പോൾ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ഈ വിഷയത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു ഉദാഹരണം, ഒരു പക്ഷേ ഒരു ചിക്കനോ ഫിഷോ മേ ബി എന്തെങ്കിലും തരത്തിലുള്ള മാംസം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് പാചകം ചെയ്ത്, ചിലപ്പോൾ റോസ്റ്റ് ആയിരിക്കാം, ഫ്രൈ ആയിരിക്കാം, കറി ആയിരിക്കാം, അത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്നു. അതിനോടൊപ്പം കുറച്ച് സാലഡും വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ ഉടനെ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ എന്തോ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അതെന്തായിരിക്കാം? ഒരു പക്ഷേ ചപ്പാത്തി ആയിരിക്കാം, അല്ലെങ്കിൽ പൊറോട്ട ആയിരിക്കാം, അല്ലെങ്കിൽ ദോശ ആയിരിക്കാം, അപ്പമായിരിക്കാം, പത്തിരി ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ധാന്യമടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട വിഭവം, ഒരു സെൻട്രൽ എലമെൻറ്റ് വന്നാൽ മാത്രമേ ഈ പറഞ്ഞ ചിക്കനോ ഫിഷോ നമുക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മളുടെ ഒരു തിങ്കിങ്ങിൻ്റെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഉയർന്ന പ്രോട്ടീൻ അടങ്ങുന്ന ഈ ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ കോമ്പിനേഷനായിട്ട്, പെയറിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വീണ്ടും സ്റ്റാർച്ചി ഫുഡാണ്. ഇത്തരത്തിലുള്ള പ്രോട്ടീനെ വിളിക്കുന്നത് സ്വീറ്റ് പ്രോട്ടീൻ എന്നാണ്. ഒരു പക്ഷേ പ്രോട്ടീൻ കൊണ്ട് കിട്ടാവുന്ന തീർച്ചയായിട്ടും ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങൾ ഒരു പക്ഷേ പൂർണ്ണമായിട്ടും ന്യൂട്രലൈസ് ചെയ്ത് പോകുമോ എന്ന് ഭയപ്പെടുന്ന രീതിയിലാണ് നമ്മൾ അതിലൂടെ സ്റ്റാർച്ചി ഫുഡുകൾ കഴിക്കുന്നത്. മാത്രമല്ല പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രോട്ടീൻ അടങ്ങുന്ന ഫുഡുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പലപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ്. കൂടുതലും ഡീപ്പായിട്ടുള്ള ഫ്രൈ ചെയ്ത് അൺഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസിൻ്റെ കൂടെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്താണ് കഴിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു മീറ്റ് എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർ സുനിലുമായിട്ട് എങ്ങനെയാണ് മാംസം കഴിക്കേണ്ടതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രോട്ടീൻ അടങ്ങുന്ന ഇത്തരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വെജിറ്റബിൾസാണ്. അപ്പോഴാണ് പ്രോട്ടീൻ അടങ്ങുന്ന ഇത്തരത്തിലുള്ള അനിമൽ ഫുഡ് പ്രോഡക്ട്സിൽ ഇല്ലാത്തൊരു മിസ്സിംഗ് ന്യൂട്രിയൻ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ മിസ്സിംഗ് ന്യൂട്രിയൻ്റ് ഫൈബറാണ്. സോ വെൻ യു തിങ്ക് അബൌട്ട് നോൺ വെജ് പ്രോട്ടീൻ ഫുഡ്സ് യു ഹാവ് ടു തിങ്ക് അബൌട്ട് വെജിറ്റബിൾസ്. ഇനി മറ്റൊരു വിഷയം കൂടെയുണ്ട്. ഇത്രയും നല്ല അളവിൽ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്, പക്ഷേ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടോ? എത്ര അളവിലാണ് പ്രോട്ടീൻ കഴിക്കേണ്ടത്? ഇന്നത്തെ ഏറ്റവും പുതിയ പഠനങ്ങളെല്ലാം പറയുന്നത് ഒരു വ്യക്തി പ്രോട്ടീൻ കഴിക്കേണ്ട അളവ്, എനിക്ക് ഈ സംഖ്യകൾ സംസാരിക്കുന്നതിന് ചെറിയ മടിയുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, 1 കിലോഗ്രാമിന് 1.6 ഗ്രാം എന്ന അളവിലാണ് കഴിക്കേണ്ടത്. അതായത് ഒരു 60-70 കിലോ ഭാരമുള്ള ഒരു വ്യക്തി ഒരു 100-120 ഗ്രാം പ്രോട്ടീൻ എങ്കിലും ഒരു ദിവസം കഴിക്കണം. ഞാൻ പറയുന്നത് ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചിട്ടാണ്. ഇതുപോലെ ക്വാളിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കാർബോഹൈഡ്രേറ്റും ഫാറ്റും നമുക്ക് വേണമെങ്കിൽ സ്പെയർ ചെയ്യാനുള്ള സ്പേസ് നമുക്കുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും സ്പെയർ ചെയ്യാൻ പറ്റാത്ത, ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട മാക്രോ ന്യൂട്രിയൻ പ്രോട്ടീനാണ്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയൻറ്റും പ്രോട്ടീൻ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ സുപ്രധാനമായിട്ടുള്ള ഒരു അവയവം നിർമ്മിക്കുന്നതിനാവശ്യമാണ്. അത് മറ്റൊന്നുമല്ല, മസിൽസാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി, ഒരു 40 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അനബോളിക് റെസിസ്റ്റൻസ് എന്ന് പറയും.
അനബോളിസം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് അനബോളിസം എന്ന് പറയുന്നത്. നമ്മളുടെ പ്രായം ഒരു 40-50 ആകുമ്പോൾ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മുടെ ശരീരം പുതിയ കോശങ്ങളും പുതിയ പേശികളും ഉണ്ടാക്കിയ അതേ വേഗതയിൽ നമുക്ക് പേശികൾ ഉണ്ടാക്കാൻ കഴിയില്ല. അതിനോട് റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ സന്ദർഭത്തിൽ പ്രോട്ടീൻ്റെ ആവശ്യകത ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ പലർക്കും ഈ വിഷയത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്ന് മെഡിക്കൽ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഈ വിഷയത്തിന് വേണ്ടത്ര പ്രാധാന്യവും ഉപദേശവും ആൾക്കാർക്ക് കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പലർക്കും ഇത് അറിയില്ല. പലരും വളരെ നെഗ്ലക്റ്റഡ് ആണ്. ഇത് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരിൽ ഉണ്ടാകുന്ന വ്യത്യാസം അത്ഭുതകരമാണ്. അടുത്ത വിഷയം പഴങ്ങളുടെ ഉപയോഗവും നമ്മുടെ കുടുംബ ബഡ്ജറ്റിൽ പഴങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് കൂടി വരുന്നു എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പല മലയാള സിനിമകളിലും ഞാൻ കണ്ടിട്ടുള്ളൊരു സീനാണ്. എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് മൊത്തത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ സമയത്തോ മിക്കവാറും ഭക്ഷണം കഴിച്ചതിന് ശേഷമോ ഒരു 2-3 ബാസ്ക്കറ്റ് നിറച്ച് പലതരത്തിലുള്ള പഴങ്ങളുമായിട്ട് ഒരാൾ വരുന്നു. എല്ലാവരും കൂടെ ഇരുന്ന് പഴങ്ങൾ കഴിക്കുന്നു. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള സീനാണ്. പല ആൾക്കാരും ഈ പഴങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നന്നായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം മേ ബി പലപ്പോഴും ഇനി വയറ്റിൽ ഒട്ടും സ്ഥലമില്ലാതെ ബാക്കി വരുന്ന സമയത്ത് കുത്തിക്കയറ്റാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ചിലപ്പോൾ പഴങ്ങൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ ടേബിളിൽ പഴങ്ങളും പച്ചക്കറികളും എന്നാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പലരും വിചാരിക്കുന്നത് പച്ചക്കറികളെ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് പഴങ്ങളും വളരെ ഹെൽത്തി ആണോ എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് 1-2 തിരുത്തലുകളുണ്ട്. തിരുത്തൽ ഇത്ര മാത്രമേ ഉള്ളൂ. പഴങ്ങൾ നാച്ചുറലായിട്ടുള്ള നല്ല സ്റ്റാർച്ചി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ധാരാളം, അതായത് നല്ല മധുരം അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫുഡ് ഗ്രൂപ്പ് തന്നെയാണ് പഴങ്ങൾ. പക്ഷേ ചോദ്യം നിങ്ങൾക്ക് പഴങ്ങൾ കഴിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളതാണ്. അതെന്താ ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മെറ്റബോളിസം, നിങ്ങളുടെ HbA1c, നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്തി റേഞ്ചിന് പുറത്താണെങ്കിൽ നിങ്ങൾക്ക് പഴങ്ങൾ അപകടകരമായേക്കാം. എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കഥയാണ്. അദ്ദേഹം വീട്ടിൽ തന്നെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ ഒരു വാഴയിൽ നിന്നൊരു കൊല വെട്ടി, ഒരു നല്ലൊരു നാടൻ പഴക്കൊല വാങ്ങി അദ്ദേഹം വെച്ച്, പ്രമേഹ രോഗി അദ്ദേഹം എല്ലാ ദിവസവും രാത്രി 3-4 പഴങ്ങൾ യഥേഷ്ടം, കാരണം നല്ലതാണെന്ന് കരുതി കഴിക്കുന്ന ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എല്ലാ പഴങ്ങളും നല്ല പഴങ്ങളല്ല നിങ്ങളെ സംബന്ധിച്ച്. അത് നിങ്ങളുടെ മെറ്റബോളിസം ആശ്രയിച്ചിരിക്കും. പഴങ്ങൾ ശ്രദ്ധിക്കണം, കാരണം പഴങ്ങളിൽ വളരെയധികം ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റാർച്ചും സൂക്രോസും ഫ്രക്ടോസും ഉണ്ട്. അത് നിങ്ങളുടെ മെറ്റബോളിസത്തെ തകരാറിലാക്കിയേക്കാം. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലുള്ള മെറ്റബോളിസം വളരെ മോശമായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും പഴങ്ങൾ ഡെസേർട്ട്സ് പോലെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് വളരെ കുറച്ച് മാത്രം കഴിക്കുക. പഴങ്ങൾ നല്ലത് തന്നെയാണ്. ഞാൻ എൻ്റെ മെറ്റബോളിസം പരിശോധിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്താ അറിയോ? എനിക്ക് എത്ര പഴങ്ങളാണോ കഴിക്കാനുള്ള യോഗ്യതയുണ്ട്. കാരണം എൻ്റെ ഇൻസുലിൻ ലെവൽസും എൻ്റെ A1c ലെവൽസും എൻ്റെ യൂറിക് ആസിഡ് ലെവൽസും എനിക്ക് ഇഷ്ടം പോലെ പഴങ്ങൾ കഴിക്കാനായിട്ടുള്ള യോഗ്യത നേടിത്തരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പല ആൾക്കാർക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അധികം പഴങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ മെറ്റബോളിസവും ഇൻസുലിൻ റെസിസ്റ്റൻസും നിങ്ങളുടെ കാലറി ഇൻടേക്കും ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. സോ മോഡറേറ്റായിട്ട് നല്ല മധുരമുള്ള പഴങ്ങൾ കഴിക്കുന്നത് തെറ്റില്ല. പക്ഷേ പഴങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഹെവി മീലിന് ശേഷമല്ല പഴങ്ങൾ കഴിക്കേണ്ടത്. മേ ബി ഒരു ബിറ്റ്വീൻ മീൽസിനിടയ്ക്ക് കുറച്ച് നട്ട്സും ഒക്കെ ചേർത്ത് വേണമെങ്കിൽ കുറച്ച് പഴങ്ങൾ കഴിക്കാം. ഇനി പറഞ്ഞ് പഴകിയൊരു വിഷയമാണ്. അത് പച്ചക്കറികളുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്. ഇത് കേൾക്കാത്ത ആരുമുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ പച്ചക്കറികൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് കേട്ടില്ലാത്ത ഒരാളെയും കണ്ടിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പലരുടെയും പച്ചക്കറികളുടെ ഉപയോഗം നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം നമ്മളുടെ കേരളീയരുടെ നമ്മുടെ ഫാമിലി ബഡ്ജറ്റിൽ പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടി മാറ്റിവെക്കുന്ന വിഹിതം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഞാനിതിനെ ഒന്ന് പോസിറ്റീവായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നോക്കി. ഒരുപക്ഷെ നമ്മൾ പ്രാദേശികമായിട്ട് പച്ചക്കറികൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണോ എന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വസ്തുതകൾ പറയുന്നത് അതല്ല. സോ വി നീഡ് ടു കോൺഷ്യസ്ലി ഇംപ്രൂവ് ദി ഇൻടേക്ക് ഓഫ് വെജിറ്റബിൾസ്. നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന വെജിറ്റബിൾസിൻ്റെ അവൈലബിലിറ്റി കൂടി വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് നമ്മുടെ ഫാമിലി ഡയറ്റ് ഹാബിറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. നമുക്ക് എന്ത് രുചികരമായ രീതിയിൽ പച്ചക്കറികൾ കഴിക്കാം. പലപ്പോഴും എന്നോട് ആൾക്കാർ പറയുകയാണ്, എനിക്ക് പച്ചക്കറി കഴിക്കുന്ന ഇഷ്ടമില്ല, എനിക്ക് സാലഡ് കഴിക്കുന്ന ഇഷ്ടമില്ല. ഞാൻ അവരോട് പറയുന്ന മറുപടി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറി എങ്ങനെ ഉണ്ടാക്കണം, സാലഡ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ്, അല്ലാതെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ശരിക്കും പറഞ്ഞാൽ ക്രേവിങ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള പച്ചക്കറികളുടെ രീതികൾ ഒരു ഭാഗത്ത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ സ്റ്റീംഡ് ആയിട്ടോ
അല്ലെങ്കിൽ സ്റ്റർ ഫ്രൈഡ് ആയിട്ടോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തോ സോട്ട് ചെയ്തോ എങ്ങനെയെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഒരു കാര്യം ഒന്ന് ഉറപ്പാക്കിയാൽ നല്ലത്, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും നിങ്ങളുടെ ലഞ്ചും നിങ്ങളുടെ ഡിന്നറിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു 50% വളരെ കളർഫുള്ളായിട്ടുള്ള മൾട്ടി കളറായിട്ടുള്ള വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു മേജർ ഇൻ്റർവെൻഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈബറും വൈറ്റമിൻസും മിനറൽസും കൂടാതെ ഇന്നത്തെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ന്യൂട്രിയൻ എന്ന് പറയാവുന്ന ഫൈറ്റോ ന്യൂട്രിയൻ്റ് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ലളിതമായ മാർഗം തന്നെയല്ലേ. അപ്പോൾ ഇവിടെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ കൊണ്ടുവന്നാൽ അതൊരു പരിഹരിക്കാവുന്നൊരു വിഷയമാണ്. നമ്മളുടെ ഇന്നത്തെ കുടുംബ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം എന്നുള്ള രീതിയിൽ പണം ചിലവഴിക്കുന്നത് പ്രോസസ്ഡ് ഫുഡുകൾക്കും റിഫൈൻഡ് ഫുഡും പാക്ഡ് ഫുഡുകളും അതുപോലെ തന്നെ ബേക്ക്ഡ് ഫുഡുകൾ, ബിസ്ക്കറ്റുകൾ, കേക്കുകൾ, ബിവറേജസുകൾ, ബോട്ടിൽ ഡ്രിങ്കുകൾ, ഇതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷേ ഇതിൻ്റെ കുറച്ച് ന്യൂട്രീഷണൽ ആൻഡ് ഹെൽത്ത് ആസ്പെക്ട്സ് നോക്കാം. ഈ ഭക്ഷണങ്ങളെല്ലാം വിളിക്കുന്നത് ഹോളോ ഫുഡ്സ് എന്നാണ്. ഹോളോ എന്ന് പറഞ്ഞാൽ പൊള്ളയായ ഭക്ഷണങ്ങളാണ്. അതായത് ഇതിനകത്ത് കാലറി മാത്രമേ ഉള്ളൂ, കാര്യമായ പോഷകങ്ങളൊന്നും തന്നെ ഇല്ല. പ്രാധാന്യത്തോടെ കിട്ടേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റോ അല്ലെങ്കിൽ വൈറ്റമിൻസോ മിനറൽസോ ഫൈബറോ കിട്ടേണ്ട സ്ഥലത്ത് ഇതൊന്നും കിട്ടുന്നില്ല. ഇതെല്ലാം ഹൈ സ്റ്റാർച്ചി ആയിട്ടുള്ള, അതോടൊപ്പം കളേഴ്സും പ്രിസർവേറ്റീവ്സും അഡിറ്റീവ്സും അട്രാക്റ്റീവായിട്ടുള്ള ടേസ്റ്റ് എൻഹാൻസേഴ്സും ഉള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും. ഇത് നമ്മളുടെ ഹെൽത്തിനുണ്ടാക്കുന്നത് ഒരു വളരെ വളരെ ഉയർന്ന കാലറി ഇൻടേക്കാണ്. നമ്മൾ പലരും അത് അറിയുന്നുണ്ടാവില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്നൊരു പാക്കറ്റ് ഫുഡിൽ അതിനകത്ത് കാലറി പറയണമെന്ന് നിർബന്ധമാണ്. ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കൊരു പക്ഷേ അത്ഭുതം തോന്നിയേക്കാം. നിങ്ങൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി കഴിക്കുന്നൊരു പാക്ഡ് ഫുഡ് നിങ്ങളുടെ ശരീരത്തിൽ എത്തിച്ചേർന്ന കാലറി എന്താണെന്ന് നോക്കുക. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൽ ഏറ്റവും സുപ്രധാനമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടും അദ്ദേഹം കഴിക്കുന്ന കാലറി തന്നെയാണ്. അപ്പോൾ കാലറി ഈസ് ദ ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് എ പേഴ്സൺസ് ഹെൽത്ത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത്രമാത്രം കാലറി താങ്ങാനുള്ള ശേഷി നമുക്കില്ല. അതൊന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇത്രമാത്രം ഹൈ കാലറി അടങ്ങുന്ന ഭക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലതും നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു മെറ്റബോളിക് മാർക്കറാണ്. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള പല ആൾക്കാർക്കുമാണ് പിന്നീട് അമിതവണ്ണവും പ്രമേഹവും ഫാറ്റി ലിവറും PCOD ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വായിലോട്ട് എടുത്ത് വെക്കുന്ന ഇത്തരത്തിലുള്ള അൾട്രാ പ്രോസസ്ഡ് ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള പാക്കറ്റ് ഫുഡ് നിങ്ങളുടെ ആരോഗ്യത്തിലുണ്ടാക്കുന്ന ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ കഴിക്കുന്നു? പലപ്പോഴും പല കാരണങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈസി ആയിട്ടുള്ള അവൈലബിലിറ്റി, ആക്സസ്സാണ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന് തൊട്ടടുത്തും സൂപ്പർ മാർക്കറ്റുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രകളിലും എന്ന് വേണ്ട എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള പാക്കറ്റ് ഫുഡുകളും ഒക്കെ തന്നെ മാലകൾ പോലെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു ക്വിക്ക് ബൈറ്റ് ആവശ്യമില്ലെങ്കിൽ പോലും കഴിക്കാൻ തോന്നും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആക്സസിബിലിറ്റി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇന്ന് ഇതുണ്ടാക്കുന്ന കമ്പനികളൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് എന്നെയും നിങ്ങളെയും കൊണ്ട് ഇത് കഴിപ്പിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങളായിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ഒരു ബെറ്റർ ചോയ്സ്, ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. എന്തൊക്കെ ആയിരിക്കണം നമ്മളുടെ ഡിസിഷൻസ്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഒന്ന്, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പക്ഷേ പാക്കറ്റ് ഫുഡുകളോടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈലി പ്രോസസ്ഡ് ഫുഡുകളുമുള്ള അഭിനിവേശത്തെ പെട്ടെന്നൊന്നും നിരാകരിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ചേഞ്ച് ടു ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ് എന്നുള്ളതാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇന്ന് വിപണികളിൽ ഇതും ലഭ്യമാണ്, ഇത്തരത്തിലുള്ള ഹെൽത്തി ചോയ്സസും ലഭ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്തുകൊണ്ട് അത് ലഭ്യമാക്കിക്കൂടാ? ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ്, ബെറ്റർ ചോയ്സ് ഞാൻ തയ്യാറാക്കി വെക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നട്ട്സും സീഡ്സും മേ ബി ഡേറ്റ്സും ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന പ്രോട്ടീൻ ബോൾസോ അല്ലെങ്കിൽ പ്രോട്ടീൻ ബാറുകളോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അല്ല, ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാരണം എന്നെയും നിങ്ങളെയും പോലുള്ള പല ആൾക്കാരും ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല കമ്പനികളും ഇതുപോലത്തെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോയ്സ്, നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള മറ്റൊരു കൂട്ടം ഹൈ കാലറി ഫുഡുകളുണ്ട്. അത് ഞാനും നിങ്ങളും നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അരിയും ഗോതമ്പുമാണ്.
നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ഇന്ന് അരിയും ഹൈലി റിഫൈൻഡ് അല്ലേ? നമ്മൾ മട്ട അരി എന്ന് പറയുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള, അതിനകത്ത് ഫൈബർ ഇല്ല, വൈറ്റമിൻസ് ഇല്ല, മിനറൽസ് ഇല്ല. പക്ഷെ നമ്മൾ ശീലിച്ചു പോയി. ഏതാണ്ട് എന്നെപ്പോലെ മുഖം സാദൃശ്യമുള്ള ഒരാൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, മട്ടയരി പൊട്ടയരി. ഞാനൊരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൻ്റെ പോഷക പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ നന്നായിരിക്കും. ചെയ്യാവുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതിൽ പൂർണ്ണമായിട്ടും അൺറിഫൈൻഡ് ആയിട്ടുള്ള, അതായത് തവിട് കളയാത്ത, അധികം സംസ്കരിക്കാത്ത ധാന്യങ്ങളോട്ട് മാറുക. അതായത് ബ്രൗൺ റൈസും ബ്രൗൺ പുട്ടും ബ്രൗൺ അപ്പവും ബ്രൗൺ ഇടിയപ്പവും ബ്രൗൺ പത്തിരിയും ഇതൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഓൾട്ടർനേറ്റീവ്സ്. ഈ പറയുന്ന രണ്ട് മാറ്റങ്ങളും നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിലും കാലറി ഇൻടേക്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കി തരാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഷെയർ ചെയ്ത ഈ സാമൂഹ്യ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും നിങ്ങളുടെ ഫാമിലിയുടെ ഇത്തരത്തിലുള്ള ഭക്ഷണത്തിനുള്ള എക്സ്പെൻഡിച്ചറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരുപക്ഷെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഒരു 10 ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ നിങ്ങളുടെ ഫാമിലി ബഡ്ജറ്റിൽ ഏകദേശം ഞാൻ ഈ പറഞ്ഞ ഐറ്റംസിന് വേണ്ടി, ഫുഡ് ഐറ്റംസിന് വേണ്ടി എന്തുമാത്രം പണം ചിലവഴിക്കുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം ശരി തന്നെ ആയിരിക്കും. ഒരുപക്ഷെ നിയമം മൂലമോ ഒരു വ്യാപകമായ അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തൽ മൂലമോ ഒരുപക്ഷെ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. ഒരുപക്ഷെ ഒരു വ്യക്തിപരമായ ചോയ്സിൽ കൂടെ നിങ്ങളുടെ ഹെൽത്തിൽ ഈ ഡയറ്ററി പാറ്റേൺസിലും ഈ ഈറ്റിംഗ് ഹാബിറ്റ്സിലും വെജിറ്റബിൾ ഇൻടേക്കിലും പ്രോസസ്ഡ് ഫുഡിൻ്റെ റെസ്ട്രിക്ഷൻസിലും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, റിഫൈൻഡ് ഗ്രെയിൻസിൽ ഒഴിവാക്കുന്നതിനകത്തും ഇനഫായിട്ടുള്ള, അതായത് ആവശ്യത്തിലുള്ള പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നതിനകത്തും ഒരു ചോയ്സ് വരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരുപക്ഷെ ഞാൻ എൻ്റെ പ്രൊഫഷണൽ പ്രാക്ടീസിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൽ ഏറ്റവും വലിയ മേജർ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മേജർ ഇൻ്റർവെൻഷൻ ആ വ്യക്തിയുടെ ഫുഡിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ചികിത്സാ ചെലവുകൾക്ക്, മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ എന്നുള്ള വിഷയത്തെ പരിഹരിക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ സംസാരിച്ച ഈ പറഞ്ഞ ഭക്ഷണപരമായിട്ടുള്ള തിരുത്തലുകൾക്ക് കൊണ്ട് വളരെ ലളിതമായിട്ട് സാധിക്കാവുന്ന ഒന്നാണ്.